Discover, learn, achieve. Empowering young minds for a promising future. Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Palapuram and Lakshmi Narayana Junior School, Ottapalam. ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങി CITU. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനും പാചകവാതക വില വർധനവിനുമെതിരെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് CITU പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ജൂൺ 8-നാണ് പ്രതിഷേധം നടക്കുക. ഇന്ധനവില കുറയ്ക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് ഇരട്ടി വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്നും ക്രൂഡ് ഓയിലിന്റെയും അസംസ്കൃത എണ്ണയുടെയും വില കുറഞ്ഞപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതിന്റെ ആനുകൂല്യം ലഭിച്ചില്ല എന്നും മുൻ MLA M. ഹംസ പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് പെട്രോൾ ഗ്യാസ് വില കുറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് 11-12 വർഷക്കാലത്തിനു മുമ്പ് BJP അധികാരത്തിൽ വന്നത്. അന്ന് BJP പറഞ്ഞു പെട്രോൾ വില ഡീസൽ വില 50 രൂപയിലേക്ക് കുറക്കും, ഗ്യാസിൻ്റെ വില 500 രൂപയിലേക്ക് എത്തിക്കും. ഇന്ന് അതിൻ്റെ ഇരട്ടിയിലധികം വില വർധനവ് ഉണ്ടായിരിക്കുകയാണ്. യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വില വർദ്ധിപ്പിക്കേണ്ടി വരുന്നത് എന്നാണ് ഇന്നും മോഡി പറയുന്നത്. പക്ഷേ യുദ്ധത്തിനു മുമ്പും വില കൂടുകയല്ലേ ചെയ്തത്. ഇന്ത്യ രാജ്യത്ത് 2018 ലോകത്ത് 2018 ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $20 കുറഞ്ഞില്ലേ? അന്ന് എന്താണ് അതിൻ്റെ സൗകര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാതിരുന്നത്? നിത്യേന വർദ്ധിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് തടയാൻ ഇന്ധനവില കുറയ്ക്കണമെന്നും ഇതിനായാണ് CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ 15 കേന്ദ്രങ്ങളിലായി പ്രതിഷേധം നടക്കും. നിത്യോപയോഗ സാധനങ്ങൾ തീർച്ചയായും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് തടയാൻ എണ്ണയുടെയും ഗ്യാസിൻ്റെയും വില കുറച്ചേ മതിയാവൂ. അതിനുവേണ്ടിയാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ജൂൺ 8-ന് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുടെ മുമ്പിലേക്ക് മാർച്ച് ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ 15 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. ആ മാർച്ചിൽ എല്ലാ തൊഴിലാളികളും എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.